കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. രേണുസുതി ഏതാ ഈ കുറച്ച് വ്ളോഗേഴ്സ്? ഒന്ന് പേര് പറയാമോ? ഏതാ ഈ കുറച്ച് വ്ളോഗേഴ്സ് അല്ലേ? അപ്പൊ അവരുടെ പേരൊന്ന് എണ്ണി പറയാൻ പറ്റുമോ രേണുസുതി? ഈ ചോദ്യം ഇത് എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ രേണുസുതിയോട് ചോദിച്ചിട്ടുള്ളൂ. അതായത് രേണുസുതി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ഇറങ്ങി ഒരുപാട് ഇനാഗുറേഷൻസ് കിട്ടി. അപ്പൊ അതൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് നല്ല പേരും കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിന് പകരം വീണ്ടും ഈ ആത്ത ഊത്ത എന്തോ ആൽബം എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലുള്ള സാധനത്തിൽ അഭിനയിക്കുക. പോട്ടെ, അവരുടെ ഇഷ്ടം, അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയം ഇവരുടെ സംസാരത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈ ക്വാളിറ്റി പോലും ഇപ്പം ഇല്ല, പോയി. കാരണം ആ ക്വാളിറ്റിയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് റീച്ചില്ല. ചേച്ചിക്ക് റീച്ച് വേണമല്ലോ. ചേച്ചി ഇതെല്ലാം ചെയ്യുന്നതും പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പം റീച്ചിന് വേണ്ടി വീണ്ടും ക്വാളിറ്റി ഇല്ലാത്ത ചന്ത രീതിയിലോട്ട് ചേച്ചി അങ്ങ് ഇറങ്ങി. എന്തിൻ്റെ ആവശ്യം എന്ന് പലതവണ ഞാൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ രേണുസുതിയുടെ ശ്രദ്ധയ്ക്ക് രേണുസുതി നമ്മുടെ ഒന്നും പേര് പറയണ്ട. രേണുസുതി അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പൊന്നേ, ഒരു കാരണവശാലും പേര് പറയല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് ആ പേരെങ്ങാനും വീണ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കുറേ ആളുകൾ വരും നിങ്ങളെ വിറ്റങ്ങ് ജീവിക്കുവാണെന്ന്. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങളുടെ വീഡിയോ മാത്രമൊന്നുമല്ല നമ്മൾ ചെയ്യാറുള്ളൂ, നമ്മൾ വേറെ പല വീഡിയോകൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. രേണുസുതി എന്ന് പറയുന്ന ആള് നല്ല ഒന്നാന്തരമായിട്ട് നാട്ടുകാരെ പറ്റിച്ചാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ തെളിയിച്ചു തരാം. നല്ല ഒന്നാന്തരമായിട്ട് വൃത്തിക്ക് ഒരുപാട് തെളിവുകൾ. എന്തിനാ ഒരുപാട്? നല്ല ഒന്നാന്തരം ഒരൊറ്റ തെളിവുണ്ട്. ഒരുപാട് തെളിവുകളൊന്നും വേണ്ട. 2-3 തെളിവുകൾ കാണിച്ചു തരാം. പക്ഷെ ഒരെണ്ണം അയ്യോ, അത് കണ്ടു കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ വാ കൊണ്ട് തന്നെ നല്ല പച്ച കള്ളം വിളിച്ചു പറയുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരും വീഡിയോ മൊത്തം അങ്ങോട്ട് കാണാൻ ശ്രമിക്കുക. അവസാനമൊക്കെ ആകുമ്പോഴേ ഞാൻ ആ തെളിവ് കാണിച്ച് തരത്തുള്ളൂ നിങ്ങൾക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾ നല്ല കിടുക്കാച്ച ഒരു സാധനം കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്, ഇവരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന പച്ചക്കള്ളം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. കുറച്ച് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് മതി, ഞാൻ കാണിച്ചു തരാം. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് കണ്ടാൽ ഒരു കാരണവശാലും മടിക്കരുത്, ഒന്ന് അവത്തേലും കൂടെ പ്രസ് ചെയ്തേക്കണേ, വിട്ടുകളയല്ലേ. ഇനി രേണുസുതിയുടെ തുടക്കത്തിൽ കാണിച്ച വീഡിയോ ഇല്ലേ, അതിന്റെ മൊത്തം ഭാഗം നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ടൊക്കെ ഉള്ളൂ ബാക്കി. കുറച്ച് വ്ളോഗേഴ്സിന്റെ വ്ളോഗ് ഞാൻ കണ്ടായിരുന്നു. രേണുസുതി ഇപ്പം ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് ആ പഴയ റീലും പഴയ ആൽബം ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഞാൻ വീട്ടിൽ ഇരിക്കാം, നിങ്ങൾ കൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ടും കാര്യങ്ങളും എന്താ പറയാ സിനിമ അതൊക്കെ എനിക്ക് കൊണ്ട് താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ. എനിക്ക് ഒരു വിഷയമല്ല, ഞാൻ ഇതിന് പോകത്തില്ല. പഴയ റീലിനും ആൽബത്തിനും ഒന്നും പോകാതെ ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ എനിക്ക് ഇന്റർനാഷണൽ ഷൂട്ട് തന്നെ താന്നേ, ഞാൻ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞാൻ വീട്ടിൽ ഇരിക്കാം. നിങ്ങൾ ഈ കുറ്റം പറയാതെ കുറച്ച് കാശ് എനിക്ക് കൊണ്ട് താ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം. ഓക്കെ, അപ്പം വെറുതെ ഇട്ട് വായിട്ടലക്കല്ലേ എന്തെങ്കിലുമൊക്കെ. ചേച്ചിക്ക് വെറുതെ ഇട്ട് വായിട്ടരക്കാമെങ്കിൽ ഞങ്ങളും വെറുതെ ഇട്ട് വായിട്ടങ്ങോട്ട് അനക്കിക്കോളാം കേട്ടോ. കേട്ടല്ലോ ചേച്ചി പറയുന്നത്? ചേച്ചി ഇത്തിരി ബോധത്തോടെ സംസാരിക്കുക, അതൊന്നാമത്തെ കാര്യം. ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ഷൂട്ട് ചേച്ചിയുടെ അണ്ണാക്കിലോട്ട് കൊണ്ട് തന്ന വീട്ടിൽ ഇരിക്കാന്ന് ചേച്ചിക്ക് ആരാ ചേച്ചിയോട് അതൊക്കെ പറഞ്ഞു തന്നേക്കുന്നത്? ഇവിടുത്തെ ഈ തൊലിഞ്ഞ ആൽബത്തിലും കുറെ 1.5 മണിക്കൂറുള്ള സിനിമ എന്ന് പറഞ്ഞ് സിനിമയുടെ പേര് പറയുന്ന കുറെ സാധനങ്ങളിലൊക്കെ അഭിനയിച്ചല്ലോ. ഇതിലൊക്കെ മാത്രമേ കഷ്ടപ്പാടുള്ളൂ. ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനങ്ങളൊക്കെ വന്ന ചുമ്മാ വീട്ടിൽ കയ്യും കെട്ടി അങ്ങ് ഇരുന്നാൽ മതി എന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത്? ചേച്ചി ഇപ്പൊ കാണിക്കുന്ന ഈ അഭിനയം ഉണ്ടല്ലോ, അഭിനയം അത് ഇവിടെ നടക്കത്തുള്ളൂ. മലയാള സിനിമയെ പോലും ആ പരിപാടി നടക്കാത്തതുകൊണ്ടാണ് ഒരു സിനിമ പോലും കിട്ടാത്തത്. മനസ്സിലായോ? പിന്നെ വേണമെങ്കിൽ വെറുതെ ഇരുന്നൊക്കെ തള്ളാം. എനിക്ക് സിനിമയിലൊക്കെ വിളി വരുന്ന താല്പര്യമില്ല, ബിസി ഷെഡ്യൂളാണ് എനിക്ക്. എൻ്റെ മാനേജർ അവളെല്ലാം കൂടെ കഷ്ടപ്പെടുക എൻ്റെ ഡേറ്റിനായിട്ട് എന്നൊക്കെ ഇരുന്ന് തള്ളാം. ഒരു സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സീരിയലിൽ ചാൻസ് കിട്ടിയുണ്ടല്ലോ, അത്യാവശ്യം മൂലമുള്ള ആൾക്കാർ പോകും. ഈ തൊലിഞ്ഞ എന്താ ആൽബങ്ങളെ കളിയാക്കുകയല്ല കേട്ടോ. ആൽബങ്ങൾ ഒരുപാട് നല്ല ആൽബങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. മറ്റേ ചെമ്പകമേ ഇല്ലേ, അതുപോലെ എന്തോരം വിനീത് ശ്രീനിവാസന്റെ ആൽബം, മറ്റേ എന്താണ് കോഫി അറ്റ് MG റോഡ്, ഇതുപോലുള്ള ഒരുപാട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അത് രണ്ടുമാണ്, അതാണ് പറഞ്ഞത്. ഒരുപാട് നല്ല ആൽബങ്ങളുണ്ട്. പക്ഷെ ഈ ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന സാധനങ്ങളൊക്കെ
ചേച്ചി അതിനകത്തെ പാട്ട് പോലും ഒരു 2 വരി പോലും ഓർത്തിരിക്കാൻ തോന്നുന്നില്ല ചേച്ചി. ചേച്ചിക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ സൂപ്പർ ഹിറ്റ് ആണ് എന്ന്. പക്ഷെ ജനങ്ങൾ അങ്ങനെ സൂപ്പർ ഹിറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. എന്ത് ഹിറ്റ് 2 പ്രാവശ്യം കാണാൻ ഉണ്ടോ ചേച്ചി അതൊക്കെ? അല്ല, ചേച്ചിയുടെ ഈ തെറ്റിദ്ധാരണയൊക്കെ അങ്ങ് മാറ്റണം കേട്ടോ. ഇന്റർനാഷണൽ ലെവലിലുള്ള സാധനങ്ങൾ കിട്ടിയാൽ വീട്ടിലങ്ങ് കുത്തിയിരിക്കാന്ന്. മണ്ടത്തരം അങ്ങനെ വിളിച്ച് പറയല്ലേ. പിന്നെ നമ്മൾ കൊണ്ട് നിങ്ങൾക്ക് ചെലവിന് തരാൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിച്ച് ജീവിക്ക്. പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുമ്പോഴാണ് നമ്മളൊക്കെ എടുത്ത് പിടിച്ച് ആട്ടുന്നത്. ഈ വീഡിയോ ഞാൻ വൃത്തിക്ക് തെളിയിച്ചു തരാം ഇവർ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. വൃത്തിക്ക് ഇവർ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതിലേക്ക് പോകാം. അതിനു മുമ്പ് ചേച്ചിയുടെ ഒരു സ്റ്റോറി ഞാൻ കണ്ടേ. ഇവിടെ ഉണ്ട് വേറൊരു കളി. ഈ സ്റ്റോറി ഞാൻ ഫസ്റ്റ് വായിച്ചു തരാം. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണം എന്ന് മനസ്സ് ആഗ്രഹിക്കുന്നു. നല്ല കാര്യം. ഞാനിതിന് കുറ്റം പറയാനൊന്നുമില്ല അവരെ. കാരണം ഒരാളുടെ ഭാര്യയുടെ ഭർത്താവ് മരിച്ചുപോയി. അവർക്ക് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം. അതിനകത്തൊന്നും ഒരു തെറ്റില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു. പക്ഷെ ആ ജീവനാന്തം ഞാൻ ചിലപ്പം സുചേട്ടൻ്റെ വിധവയായിട്ടേ ഇരിക്കത്തുള്ളൂ, എനിക്കിനി ഒന്നുമേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി കാണിക്കാറങ്ങുമ്പോൾ നാട്ടുകാരാട്ടും. അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കെട്ടുക, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു സ്റ്റോറി, ഈ ഒരു സാധനം ഇവരിട്ടിരിക്കുന്ന ഈ സ്റ്റോറി വേറൊരാളെടുത്ത് ഷെയർ, ഒരു ഓൺലൈൻ മീഡിയ ചാനൽ തന്നെയാണ്. അത് രേണുസുധിയെ ടാഗ് ചെയ്തിട്ടാണ്, രേണുസുധിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത്. ഒരു പോസ്റ്റർ ഞാൻ കണ്ടേ. രേണു എഴുതിയിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റോറി അതവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ രേണുസുധി പയ്യനെ തേടുന്നു എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്, രേണുസുധിയുടെ ഈ പോസ്റ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതെന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതെന്തിനാ ചോദിക്കുന്നത്? നാട്ടുകാരോടാ ചോദിക്കുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആ ചേച്ചി വേറെ കെട്ടുന്നതിനകത്തുനിന്ന്? എന്തിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നാട്ടുകാർ പച്ചത്തെറി പറയും ആ കമന്റ് ബോക്സിൽ ചെന്ന്. എന്നിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള കണ്ടന്റായി. എന്നെ അവർ അങ്ങനെ പറഞ്ഞു. എന്തിനാണ് എന്നെ പറയുന്നത്? എൻ്റെ ഇഷ്ടമല്ലേ? നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയത്തില്ലേ? അല്ലാതെ എല്ലാവരും എടുത്ത് രേണുസുധി ചെയ്തത് അടിപൊളിയാണ് ഇങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കണോ? അല്ല, അതാണോ പ്രതീക്ഷിക്കുന്നത്? എല്ലാവരും നിങ്ങളെ എടുത്ത് തല വെച്ചിട്ട് ഡാൻസ് കളിക്കണോ? ഇതൊക്കെ ഉണ്ടല്ലോ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഈ ചേച്ചിയുടെ തന്നെ. എന്നിട്ട് പിന്നെ വന്നിരുന്ന് കരയരുത്. എന്നിട്ട് പിന്നെ വന്നിരുന്നിട്ട് ബാക്കി എല്ലാവരെയും നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ എനിക്കങ്ങ് ജീവിക്കാൻ താ, നിങ്ങൾ ജീവിക്കാൻ താ, ഞാൻ വീട്ടിൽ ഇരുന്നോളാം. ചുമ്മാ വന്ന് നാട്ടുകാരോട് അഭിപ്രായം ചോദിക്കുക. എന്തിന്? എന്ത് കാര്യം ഉണ്ടായിട്ട്? അപ്പൊ നാട്ടുകാർ ആട്ടും. എൻ്റെ അറിവിൽ ഒരു 75-80% ആളുകൾക്കും ഈ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയെ വലിയ താല്പര്യമില്ല. ഇവരെ അറിയാത്ത ആളുകൾ തന്നെ ഉണ്ട്. രേണുസുധി പലയിടത്തും പറയുന്നത് കേൾക്കുന്നുണ്ട്. കേരളത്തിലെ ഞാൻ മറ്റേ എന്താ ഒരു ആഡ് കണ്ടു. ആഡ് എന്നല്ല, ഒരു പ്രൊമോഷൻ. ഇവരുടെ ചാനലിൽ തന്നെ അക്കൗണ്ടിൽ തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ. അതിനകത്തൊക്കെ ഇവരുടെ ഡയലോഗാണ്. മറ്റേ ഇവരുടെ പേൻ എന്തോ ഒരു എണ്ണയുടെ പരസ്യമാണ്. അതിന് പേൻ അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കേരളം മൊത്തം അങ്ങ് വൻ കത്തലായിരുന്നു. എന്ത് കത്തല്? ചേച്ചി, ഈ ബിഗ് ബോസ് കാണുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റ് ചർച്ച ചെയ്യുന്ന നമ്മളും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കാണുന്ന ആളുകളും ഇവരൊക്കെ നിങ്ങളെ അറിയുന്നുള്ളൂ. പിടികിട്ടിയോ? അതല്ലാതെ ഇന്റർനാഷണൽ ലെവലിൽ അങ്ങ് ഫേമസ് ഒന്നും അല്ല രേണുസുധി. എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു ഫേമസ് ഒരു ഇച്ചിരി സെലിബ്രിറ്റി സ്റ്റാറും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചീത്തപ്പേര് കൊണ്ട് മാത്രമുള്ളതാണ്, നല്ല പേര് കൊണ്ടൊന്നും അല്ല. മനസ്സിലായോ? ഇതുപോലുള്ള അവരുടെ ഒരു ഫോട്ടോയും കൊടുത്ത് നിങ്ങളെ നേരത്തെ കാണിച്ചില്ല ആ പോസ്റ്റർ. നല്ലൊരു ഫോട്ടോയും അല്ലേ കൊടുത്തേക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാർ തെറി പറയാൻ ചെല്ലത്തില്ലേ? ഈ ഇടുന്നവരുടെയൊക്കെ ഉദ്ദേശം അത്രേ ഉള്ളൂ. ഇനി ഞാൻ വൃത്തിക്ക് രേണുസുധിയുടെ ഒരു കള്ളം അങ്ങോട്ട് പൊളിച്ചു തരട്ടെ. നല്ല ഒന്നാന്തരം ഒരു കള്ളം. കഴിഞ്ഞ ദിവസം രേണുസുധി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റാണ്. നിങ്ങൾ കണ്ടതായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഒന്നുകൂടെ കാണണം. എന്നിട്ട് വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഈ സെയിം ഡയലോഗ് ഇവർ മാറ്റി പറയുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഒന്ന് കണ്ടോ. ബിഗ് ബോസിലെ എന്റെ സീസൺ 7 ഒരു കണ്ടസ്റ്റന്റിന്റെ കമ്മലാണ്. ഈ കണ്ടസ്റ്റന്റ് വന്ന് ഇവിടെ കമന്റ് ഇടുക. ആരാണ് ഞാൻ പറയുന്നത്? അല്ല, അനുമോൾ അല്ല, ലക്ഷ്മി അല്ല, ആദില നൂറ അല്ല. അവരുടെ ഉണ്ട് കമ്മലുണ്ട്. ശൈത്യ യെസ്, ശൈത്യയുടെ കമ്മല. ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്ന കമ്മല് കണ്ടല്ലോ നിങ്ങൾ. ഇതിന്റെ അവസാനം അവർ പറയുന്നത് എന്താ? ശൈത്യയുടെ കമ്മലാണോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യയുടെ കമ്മല പറയുന്നുണ്ടോ? ഇവരുടെ നാക്ക് കൊണ്ടാണ് ഇവർ പറയുന്നത്. അല്ലാതെ അപ്പുറത്തെ ആളുടെ നാക്ക് കടവെടുത്തിട്ടല്ല ഇവർ പറയുന്നത്. സ്വന്തം നാവ് കൊണ്ട് ഇവർ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കേട്ടോ നിങ്ങൾ. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ബിഗ് ബോസിലെ കമ്മലിനെ കുറിച്ച് ഇപ്പൊ ഒരു വിവാദം നടക്കുന്നുണ്ട്. അതെന്താ ശരിക്കും സംഭവം? ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണോ കമ്മല്? ഇതാ, ഇതന്നെയല്ലേ? അതെ.
ഓക്കെ, ഇത് എന്താ വിവാദം? എന്താ ആര് തന്നാണോ? ആരുടേതാണെന്ന് ഇപ്പൊ അവകാശികൾ അനുമോള് തന്നാണോ, ജിസേല് തന്നാണോ, എന്താ പറയാ, ആരൊക്കെ കുറെ പേര് തന്നാണോന്നല്ല. അനുമോളും തന്നല്ല, ജിസേലും തന്നല്ല. ജിസേലും തന്ന വേറൊരു കമ്മലുണ്ട്, അത് എന്റെ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിക്കാം. കമ്മൽ വിവാദമായില്ലേ. ഓക്കെ, കുറെ കമന്റ്സ് വരുന്നുണ്ടായിരുന്നു, ആര് തന്നാന്നൊക്കെ. ഇത് അഡ്വക്കേറ്റ് ശൈത്യക്കുട്ടി തന്നതാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ്. ഞാന് എന്റെ ഫേവറേറ്റ് കമ്മലാണ് വൺ ഓഫ് ദി. താങ്ക് യു സോ മച്ച് ശൈത്യക്കുട്ടി. സോ വണ്ടർഫുൾ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അതാണ് സത്യം അല്ലേ? ശൈത്യ തന്നതാണ്. ഒന്നാമത്തെ ചോദ്യം രേണുവിനോട് ഈ കാര്യം ചോദിച്ച ഓൺലൈൻ മീഡിയ ചേട്ടനോടാണ്. ചേട്ടാ, ഇത് എന്ത് വിവാദമാണ് ചേട്ടാ? ഇതാണോ ചേട്ടാ ഒരു വിവാദം? പോട്ടെ, പറയുന്ന കേട്ടല്ലോ രേണു. ഒരുപാട് കമന്റ്സ് വന്നെന്ന്. രേണു ഒരൊറ്റ കമന്റ് കാണിച്ചു തരുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമതി നാട്ടുകാർക്ക് വട്ടാന്ന് ഞാൻ പറയും. നാട്ടുകാർക്ക് ഭ്രാന്താന്ന്. വേറൊന്നും കണ്ടല്ല, വ്യക്തമായിട്ട് അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ശൈത്യ തന്നതാണ്. എന്നിട്ട് പിന്നെ അതിന്റെ അടിയിൽ പോയിട്ട് അനുമോള് തന്നെയാണോ, സരിക തന്നെയാണോ, ഇനി അതിലന്നൂർ തന്നെയാണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? അല്ല, നിങ്ങൾ എന്താ നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണോ? നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? എനിക്കങ്ങനെ തോന്നുന്നത്. ഇവർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവർ വിട്ടുപോയി. എന്നിട്ട് വന്നിട്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഒരുപാട് പേര് കമന്റ് ഇട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടോ, ആരുടെ കേട്ടോ അത്, ആരാ മോക്ക് തന്നതെന്ന് ചോദിച്ചെന്ന്. അല്ല, ഒരു ഒന്നോ രണ്ടോ കമന്റ് അതെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ രേണു? കാണിച്ചു തന്നാൽ വേറൊന്നും അല്ല, ഒരൊറ്റ കാര്യമുള്ളൂ പറയാൻ. ആ ചോദിക്കുന്നവനൊക്കെ ഭ്രാന്താന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആരും അങ്ങനെ ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല, ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നു. കാരണം എന്താ, അല്ലെങ്കിൽ പിന്നെ ചെവി കേൾക്കാത്തവരെ കളിയാക്കുകയല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കല്ലേ. ചെവി കേൾക്കാത്തവരൊക്കെ ആരെങ്കിലും ഒക്കെ പോയി ചോദിച്ചാലേ ഉള്ളൂ. അല്ലാതെ ഇച്ചിരി ചെവി കേൾക്കുന്നവർക്ക് അത് വൃത്തിക്കും മനസ്സിലാവുന്നുണ്ട്. അത് രേണു പറഞ്ഞു വെക്കുന്നുണ്ട് അത് ശൈത്യയുടെ സാധനമാണെന്ന്. അപ്പൊ ഇതെന്താ ഇവരുടെ ഉദ്ദേശം? കണ്ടന്റ്, ക്ലിയർ കണ്ടന്റ് മേക്കിംഗ്, ഇല്ലെങ്കിൽ നെഗറ്റീവ്. ഇനിയിപ്പം ഞാൻ ഈ പൊക്കിയെടുത്ത പോലെ ആരെങ്കിലും ഒക്കെ പൊക്കിയെടുത്തോണ്ട് വരും. ഇതിന്റെ പേരിൽ ഇവരെ കുറച്ച് ആട്ടും, വീണ്ടും റീച്ച് കിട്ടും. ഇത് വിചാരിച്ചായിരിക്കും ചേച്ചി ഇത് ചെയ്യുന്നത്. എന്നാൽ നമ്മളത് തരാം കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, രേണു സുധി ഇത് പറയുന്നതിനകത്തു നിന്നൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഇമേജ് ആയിരിക്കത്തില്ല നാട്ടുകാരുടെ മനസ്സിലുണ്ടാവുന്നത്. പിടികിട്ടിയോ? ഒരിക്കലും. ഇതുകൊണ്ട് എത്ര കാലം പോകും നിങ്ങൾ? അല്ല, അതാണ് ചോദ്യം. എത്ര കാലം പോകും? ആളുകൾക്ക് വെറുക്കും നിങ്ങളെ കുറെ കഴിയും. ഇപ്പൊ തന്നെ വെറുത്ത് തുടങ്ങി. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഈ ദുബായിലൊക്കെ ഇവരെ വിളിച്ചോണ്ട് പോകുന്ന ബാറിന്റെ ഉദ്ഘാടനം, പബ് ഉദ്ഘാടനം, ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഉദ്ഘാടനമൊന്നും ഇല്ല ചേച്ചിക്ക്. അവിടെ പോയി 2 പെഗ് ഒഴിച്ചു കൊടുക്കും, അടിക്കും, കിടന്ന് അവിടോട്ട് മൈക്കും എടുത്തോണ്ട് അങ്ങോട്ട് കുണു എന്നും പറഞ്ഞങ്ങോട്ട് തുള്ളു. പച്ചക്കള്ളമല്ലേ ഈ സ്ത്രീ പറയുന്നതൊക്കെ? നിങ്ങൾ തന്നെ കേട്ടു നോക്ക്, പച്ചക്കള്ളം. ഇനി ഇതിനെന്തായിരിക്കും ഇവർ മറുപടി കൊടുക്കുന്നത്? ഇതിനൊന്നും അവർ മറുപടി കൊടുക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കള്ളത്തരം പോയിന്റ് ഔട്ട് ചെയ്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ മിണ്ടത്തില്ല. ഇവർ പിന്നെ അടുത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കും. അതാണ് രേണു ചുതി. പൊന്നു ചേച്ചി, നിങ്ങൾ കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാതിരിക്കുകയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കുക, നിങ്ങളുടെ ഇഷ്ടം. നാട്ടുകാരെ ഇതേപോലെ വെറും വലിപ്പിക്കുന്ന പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്. മനസ്സിലായോ? ഇനി വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ ഓൺലൈൻ മീഡിയക്കാരെ, രേണുവിൻ്റെ കേസിൽ ഒരിക്കൽ പോലും ഒരു ഓൺലൈൻ മീഡിയക്കാരെ നിങ്ങൾ കുറ്റം പറയരുത്. അത് വേറൊന്നും കൊണ്ടല്ല. ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് റീച്ച് വേണ്ടേടേ, അവർക്ക് റീച്ച് വേണം. വിളിച്ച് കാറിനകത്ത് വരെ കയറ്റി ഇരുത്തിയിട്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. ഈ സാധനം ഇതൊന്ന് കണ്ടോണേ. നമ്മുടെ ഒരു പുതിയ പ്രൊജക്ട് ഉണ്ട്, ബട്ട് നമ്മളിപ്പോ റിലീവ് ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് രേണുവെച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഉറപ്പ് കേരളക്കര മൊത്തം ഞെട്ടുന്ന ഒരു പ്രൊജക്ട്. പോപ്പർ രേണുവെച്ചിന്റെ പാട്ട്, ഫുൾ റാപ്പ് സോങ്സ്, ഫുൾ അടിപൊളി. ഇനിയും പൊളി സാധനം വേണോ? പൊളി സാധനം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല പൊളി സാധനം കൊണ്ട്. എന്തു ആയിക്കോട്ടെ, കേരളം കത്തിക്കോ തീട്ടം കൊണ്ട് എറിയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ എന്തിനാ ഈ സാധനം ഇവിടെ കാണിച്ചെന്നറിയോ? നിങ്ങൾ കണ്ടോ, അവരുടെ ബെഡ്റൂമിൽ വരെ ഇവിടെ ഓൺലൈൻ മീഡിയക്കാർ പോകുന്നുണ്ട്. പോട്ടെ കാറിൽ ഇതൊക്കെ വിളിച്ച് കയറ്റിയിരുത്തി കോണ്ടന്റ് കൊടുക്കുകയല്ലേ ഇവര്? എന്തിന്? നാട്ടുകാർ തെറി പറയണം, റീച്ച് ഉണ്ടാവണം. ഇവരെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഈ ആൽബം എന്നൊക്കെ പറയുന്ന എൻ്റെ ദൈവമേ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എങ്ങനെ അതൊക്കെ കണ്ട് സഹിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവർ സീരിയലിനകത്ത് വിരലിച്ചിട്ട് ഇവർ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല.
ഏതെങ്കിലും ഒരാളെ സീരിയലിലൊക്കെ വിളിക്കുമ്പോൾ, സിനിമ വിളിച്ചാലും ചിലപ്പോൾ ആൾക്കാരൊന്നും മടിക്കും, സീരിയൽ വിളിച്ചാൽ പോകും. അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഡെയിലി പേയ്മെന്റ് കിട്ടും. അത്യാവശ്യം ഒന്ന് റീച്ചായി വരികയാണെങ്കിൽ നല്ല പേയ്മെന്റ് കിട്ടും. 10ന് മേളിലൊക്കെ സുന്ദരമായിട്ട് കിട്ടും. സോ ഒരാളും അതൊന്നും വേണ്ടാന്ന് വെക്കത്തില്ല. അതും വേണ്ടാന്ന് വെച്ചിട്ട് ഇവർ ഈ ആൽബം തൊലിക്കുന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഒരു പട്ടിക്കാട്ടി സീരിയലിലേക്ക് ഇവരെ വിളിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവർ അഭിനയിക്കുവാണോ? എല്ലാത്തിനും ഒരേ എക്സ്പ്രഷൻ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വൃത്തിക്ക് നിങ്ങൾക്ക് ഞാൻ കള്ളത്തരം പൊളിച്ച് കാണിച്ചു തന്നിട്ടുണ്ടേ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.